മറ്റേ പൊതിച്ചോ എടുത്തോണ്ട് നമ്മൾ കൊടുക്കുന്നേ. ഹലോ ഡിയേഴ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചത്തെ ഒരു രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ കേട്ടോ. അപ്പോൾ ഇതിൽ തകർത്ത പണിയാണ്. അപ്പോൾ ഇന്ന് എനിക്ക് പൊതിച്ചോറ് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ രാവിലെ അതിനുള്ള പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പക്ഷേങ്കിൽ എന്ത് ചെയ്യാനാണ്, ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തൊട്ടേ വയ്യാഴികയാണ്, ജലദോഷമാണ്, തുമ്മൽ, ചീറ്റൽ, മൂക്കു ചൊറിച്ചിൽ, കണ്ണ് ചൊറിച്ചിൽ, ഇതൊക്കെ എണീറ്റ് വരുമ്പോഴേ ഉള്ളതാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ വീണ്ടും ഇന്ന് രാവിലെ എണീറ്റ് വന്നപ്പോൾ പിന്നെ എനിക്ക് പൊതിച്ചോറ് കെട്ടേണ്ട ആയതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ ടാബ്ലറ്റ് എടുത്ത് കഴിച്ചു കേട്ടോ. അത് കഴിച്ചിട്ടാണ് ഈ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ടാബ്ലറ്റ് കഴിച്ചാലും കുറച്ച് ഏറെ സമയത്തേക്ക് ഇത് നിൽക്കും കേട്ടോ. ചില സമയത്ത് അങ്ങനെയാണ്. ചിലപ്പോൾ ടാബ്ലറ്റ് കഴിച്ചാൽ ഉടനെ മാറും. അപ്പം ഞാൻ അത് കണ്ട ഇടയ്ക്ക് തുമ്മലുണ്ട് കേട്ടോ. പിന്നെ അതാണ് എൻ്റെ തോളിലൊരു തോർത്തൊക്കെ കിടക്കുന്നത് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് മുഖം കഴുകണം, മൂക്ക് തുടയ്ക്കണം എന്ന് വേണ്ട ഭയങ്കര ഒരു ഇറിറ്റേഷനായിരുന്നു. അടുക്കളയിൽ നിൽക്കുമ്പോഴത്തേക്കിന് പറയേണ്ട കാര്യമില്ല. മസാലകളുടെയും മുളക് പൊടിയും എല്ലാ പൊടികളുടെയും ഒരു മണം അടിക്കുമ്പോഴത്തേക്കിന് പറ്റത്തില്ല കേട്ടോ. അടുക്കളയൊക്കെ അലങ്കോലപ്പെട്ട് കിടക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോറ് വെച്ചു, തോരനൊക്കെ വെച്ച് കേട്ടോ. അപ്പം ഞാൻ ചോറ്, തോരന്, ഉരുളക്കിഴങ്ങിൻ്റെ ഒരു കൂട്ടുകറി, മുട്ടയും പൊരിച്ച് ചമ്മന്തി അരച്ച് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. മോര് കറിയും കൂടെ വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ എൻ്റെ ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് ഈ അടുക്കളയിൽ നിന്ന് ഇറങ്ങിയാൽ മതി എന്ന് വിചാരിച്ചാണ് ഞാൻ ജോലി ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ പൊതിച്ചോറ് കൊടുക്കുന്നതൊക്കെ. പക്ഷേങ്കിൽ ഈ ഒരു അലർജി വന്നിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ചെയ്ത് തീർത്തായിട്ട് ഇറങ്ങാനാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ചമ്മന്തി അരച്ചിട്ടില്ല കേട്ടോ. തോരനും കൂട്ടുകറിയും മുട്ടയും പൊരിച്ച് മാത്രമാണ് വെക്കുന്നത്. അപ്പോഴത്തേക്കിന് ഞാൻ ആ തോരൻ വെക്കുന്നതോ ഒന്നും വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ അത്രയും അവിടെയൊക്കെ ഒന്ന് പാത്രം കഴുകി തുടച്ചപ്പോൾ തന്നെ മുഖവും കഴുകി ഒന്ന് സെറ്റായി. അപ്പോൾ തോരനായിട്ടുണ്ടായിരുന്നേ. തോരനായിട്ട് ഒരു കണ്ട എൻ്റെ കിളി പോയി നിൽക്കുവാണ് കേട്ടോ. എന്തു ചെയ്യേണ്ടതെന്ന് ആലോചിക്കുമായിരുന്നു കേട്ടോ. എന്തൊക്കെയോ കാണിച്ച് കൂട്ടുന്നുണ്ട് രാവിലെ. അങ്ങനെ ഉരുളക്കിഴങ്ങിനെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വഴട്ടിയെടുത്തു. വഴട്ടി അടച്ച് വെച്ച് കഴിഞ്ഞാൽ അത് വെന്തോളും. അപ്പോൾ ഇതിപ്പോൾ വെന്തതിനൊക്കെ ശേഷം ഞാൻ ഇതിനകത്ത് മസാല ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് ഈ ചപ്പാത്തിക്കോ ദോശയ്ക്കോ ഒക്കെ ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ തേങ്ങയൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോഴുണ്ട് നോക്കിക്കോണോ എൻ്റെ ഒരു അവസ്ഥയെന്നേ. മസാലപ്പൊടി ചേർത്ത് തീർന്നിരുന്ന് വേറെ എല്ലാ പൊടികളും പിന്നെയും സഹിക്കാം. ഈ മസാലപ്പൊടിയുടെ മണം അടിക്കുമ്പോഴത്തേക്കിന് എൻ്റെ മൂക്കങ്ങ് വെട്ടിക്കളഞ്ഞാൽ മതി. ആ ഒരവസ്ഥയാണ് കേട്ടോ. ആ സമയത്ത് കറക്റ്റ് മസാല ഇല്ലായിരുന്നു. പിന്നെയാണ് ഞാൻ മസാല പൊടിച്ച് എടുക്കുന്നുണ്ട്. ഏട്ടാ അതെ പൊടിച്ചെടുത്ത് അതും കൂടി പെട്ടെന്ന് ഫാസ്റ്റിലാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടോ അടച്ച് വെച്ച് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കറി റെഡിയാകും കേട്ടോ. ഇതിനകത്ത് ഈ ഒരു കറിയിൽ ഇവിടെ ട്രിവാൻഡ്രത്ത് നമ്മുടെ വടയൊക്കെ ഇട്ട് വെക്കാറുണ്ട് കേട്ടോ, ഉഴുന്നുവട. അപ്പം ഉഴുന്നുവട ഇട്ട കൂട്ടുകറിയുണ്ട്, സദ്യക്കൊക്കെ വെക്കാറുണ്ട്. അത് ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഞാൻ അതിനെ ഒന്ന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അടച്ച് വെച്ച് പിന്നെ അതേ മുട്ടയൊക്കെ പൊരിക്കാൻ വേണ്ടി മുട്ടയും എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ തിരുവനന്തപുരത്ത് മഴയ്ക്ക് ഇച്ചിരി ഒരു കുറവൊക്കെ ഉണ്ട് കേട്ടോ. ഒരു മഴക്കോളും കാര്യങ്ങളും കാറ്റും ഒക്കെ മാത്രമേ ഉള്ളൂ. മഴ ഇടയ്ക്കെങ്ങാനും ഒന്ന് പെയ്യുന്നുണ്ടെങ്കിലും വലിയ മഴയൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതേ 3 മുട്ടയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. 2 പൊതിച്ചോറ് കെട്ടാമെന്ന് വിചാരിച്ച് അങ്ങനെ 3 മുട്ട എടുത്ത് നമ്മുടെ ചോപ്പറിനകത്തിട്ട് എല്ലാം കൂടി ഇട്ട് കറക്കി എടുത്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ കേശപ്പൻ എണീറ്റിട്ടുണ്ട് കേട്ടോ. അവിടെ രാവിലെ കൊച്ചു ടി വി കണ്ടുകൊണ്ടിരിക്കുക. ഇനിയിപ്പം നാളെ സ്കൂൾ തുറക്കും. രാവിലെ ഇതുപോലത്തെ ജോലികളും കാര്യങ്ങളൊക്കെ ആയിരിക്കും നാളെ മുതൽ. ഇനി എല്ലാ ദിവസവും എല്ലാ വീടുകളിലൊക്കെ അല്ലേ. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ ആ കറി കണ്ടോ, അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ ഇനിയിപ്പോൾ ചമ്മന്തി ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ എനിക്ക് ചമ്മന്തിയും കൂടെ അരയ്ക്കാനെ കൊണ്ട് പറ്റാത്തതുകൊണ്ട് ഞാൻ ചമ്മന്തി അരച്ചില്ല. പെട്ടെന്ന് തന്നെ മുട്ടയും പൊരിക്കുന്നുണ്ട്. ഒരുമിച്ച് അങ്ങ് ഒഴിച്ചാൽ മതി കേട്ടോ. നമുക്ക് എന്നിട്ട് ആവശ്യത്തിന് മുറിച്ചെടുത്താൽ മതിയല്ലോ. 2 പൊതിച്ചോറിനല്ലേ. അപ്പോൾ ഞാൻ ഒരുമിച്ച് അങ്ങ് ഒഴിച്ചു കേട്ടോ. അപ്പോൾ അതിനകത്തിട്ട് എളുത്തപ്പോഴത്തേക്കും രണ്ടും പൊട്ടിപ്പോകാൻ തോന്നിയതുകൊണ്ട് ഞാൻ രണ്ടായിട്ട് തന്നെ 2 കട്ട് ചെയ്ത് അങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കേശപ്പനാണെങ്കിൽ ഇവിടെ ഭയങ്കര എന്തൊക്കെയോ ജോലികളാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ, ചില സമയങ്ങളിൽ എൻ്റെ വട്ട് കീറും എൻ്റെ പുത്രന് കേട്ടോ. അപ്പോൾ ഭയങ്കര വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ. അവിടെ ഒരു ഷീറ്റ് കിടന്നിട്ട് അതിനെ എടുത്ത് ദിവാങ്കോട്ടിലൊക്കെ വിരിച്ചൊക്കെ ഇടുന്നുണ്ട്. എന്നിട്ട് എൻ്റെ കൂടെ ഇല എടുക്കാൻ വേണ്ടി ഞാൻ അപ്പുറത്ത് അമ്മൂമ്മയുടെ വീട്ടിലോട്ട് പോവാം കേട്ടോ.
അപ്പോൾ എന്തൊക്കെയോ കഥയൊക്കെ ചോദിച്ചുകൊണ്ട് എൻ്റെ ബാക്കിൽ വരുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോയപ്പോഴത്തേക്കിന് പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചിട്ട് പറഞ്ഞ് വീഡിയോ ഞാൻ എടുത്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും കുലുക്കി ഇങ്ങോട്ടും കുലുക്കിയൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ എഡിറ്റ് ചെയ്തപ്പോഴാണ് ഇതിനകത്ത് കുറേ വീഡിയോസ് വന്നിരിക്കുന്നതൊക്കെ ഞാൻ കണ്ടത് കേട്ടോ. കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കിന് കാണാം കേശപ്പൻ്റെ കുറേ കോമഡികളൊക്കെ കേട്ടോ. അവിടെ ചെന്നപ്പോഴത്തേക്കിന് ഇപ്പോഴത്തെ ഈ മഴയും കാറ്റിലും ഒക്കെ ഇലയെല്ലാം കീറി കേട്ടോ. ഞാൻ തപ്പി പിടിച്ചാണ് എനിക്ക് 2 എണ്ണം കഷ്ടപ്പെട്ട് കിട്ടിയത്. എല്ലാം കീറി കിടക്കുവാണ്. അത്രയ്ക്ക് കാറ്റായിരുന്നല്ലോ ഈ കഴിഞ്ഞ 2 ദിവസമായിട്ടുള്ള മഴയിലൊക്കെ. പിന്നെ ഞാൻ 2 ഇല കഷ്ടപ്പെട്ട് അവിടെ നിന്നൊക്കെ എടുത്ത് 3 എണ്ണമായിട്ട് എടുത്തുകൊണ്ട് വന്നു കേട്ടോ. ഒരെണ്ണത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരെണ്ണം കൂടി വേണമല്ലോ. അങ്ങനെ അവിടുന്ന് 3 ഇലയായിട്ട് വെട്ടിക്കൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാം കേശപ്പനാണ് എടുത്തുകൊണ്ട് നിൽക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഇവൻ സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ കേൾപ്പിച്ചു തരാം. ഞാൻ എഡിറ്റ് ചെയ്തിരുന്നപ്പോഴായിരുന്നു കേട്ടത്. വീഡിയോ എടുക്കുന്ന എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇലയൊക്കെ എടുത്തുകൊണ്ട് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ടിങ്ങി പോകുന്നുണ്ടോ. ഇന്ന് വലിയ മഴയൊന്നുമില്ല, ചെറിയൊരു വെയിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിൽ വന്നതിന് ശേഷം അവൻ ഫോണും പിടിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി എന്തൊക്കെയോ എടുത്തേ. ഞാൻ അപ്പം വീടൊന്ന് കാണിച്ചെടുത്തോട്ടാ. സോഫയെല്ലാം കാണിച്ചിട്ടു. അങ്ങനെ ഞാൻ ഫോൺ പിടിച്ച് വാങ്ങിച്ച് ഇവിടെ ഒരിടത്ത് വെച്ചതാട്ടോ. നിൽക്കണ നിപ്പ് കണ്ടോ. എന്നിട്ട് ഞാൻ തുമ്മലായിരുന്നേ. അതാണ് ഇവൻ ഈ വീഡിയോയിലൊക്കെ കാണിക്കുന്നത് കണ്ടോ. ഞാൻ തുമ്മുന്ന കാര്യം ഈ പറയുന്നത്. ഇതൊക്കെ ഞാൻ എഡിറ്റ് ചെയ്തപ്പോഴാണ് കണ്ടത് കേട്ടോ. അടുക്കളയിലെത്തിയപ്പോൾ ഞാൻ വീണ്ടും അടുക്കളയിലെത്തുമ്പോൾ നമുക്കുള്ളൊരു സ്മെല്ലുണ്ടല്ലോ. അപ്പോൾ അത് അടിക്കുമ്പോഴത്തേക്കിന് എനിക്ക് മൂക്കൊക്കെ ചൊറിഞ്ഞിട്ട് വയ്യ. ഞാൻ പിന്നെ ഇല വാട്ടിയപ്പോഴതാണ് ഈ മൂക്കിലിങ്ങനെ തോർത്തിങ്ങനെ വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ പൊതിച്ചോറ് കെട്ടുമായിരുന്നു. പെട്ടെന്ന് തന്നെ എല്ലാം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ ചോറ് വെച്ചു. ചോറ് നല്ലപോലെ വെന്തോണ്ട് ഇലയ്ക്കകത്ത് നല്ല ഒതുങ്ങുന്നുണ്ടായിരുന്നു ഇങ്ങനെ വെച്ചപ്പോൾ തന്നെ കേട്ടോ. പിന്നെ അതേ തോരനൊക്കെ വെച്ചു. തോരനും നമ്മുടെ കൂട്ടുകറിയും വെച്ചല്ലോ. കൂട്ടുകറിയും മുട്ടയും പൊരിച്ചതെടുത്ത് വെച്ച് പെട്ടെന്ന് തന്നെ പൊതിച്ചോറും ആക്കി വെച്ച് കേട്ടോ. ഞാനെല്ലാം സ്പീഡിൽ ഫാസ്റ്റായിട്ട് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു പിന്നെ 8:15 ഒക്കെ ആയപ്പോഴത്തേക്കിന് എനിക്കെല്ലാം റെഡിയായിട്ട് പൊതിച്ചോറ് പിന്നെ ഇച്ചിരി താമസിച്ച് കെട്ടിയാൽ മതിയല്ലോ. അതുകൊണ്ട് ഞാൻ ഇവിടെ 9:30-10 മണിയാകുമ്പോഴത്തേനെ ചോറ് എടുക്കാൻ വരത്തുള്ളൂ. കറികളും കാര്യങ്ങളും ചോറും എല്ലാം 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് എല്ലാം 8-8:15 ആയപ്പോഴത്തേന് എല്ലാം റെഡി ആയായിരുന്നു. അങ്ങനെ 2 പൊതിച്ചോറും കെട്ടി കേട്ടോ. അത്രയായപ്പോൾ പൊതിച്ചോറ് കൂടെ കെട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ആശ്വാസമായി. എല്ലാം ആയപ്പോഴേ ആശ്വാസമായിരുന്നു. അടുക്കളയിൽ നിന്ന് ഇറങ്ങിയല്ലോ, പിന്നെ പൊതിച്ചോറ് പതുക്കെ കിട്ടിയാൽ മതിയല്ലോ. അങ്ങനെ 2 പൊതിച്ചോറും കെട്ടി വെച്ച് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ഇടയ്ക്ക് കേശപ്പൻ്റെ അടുത്ത് ചോദിച്ചു, കേശപ്പൻ ഒരു പൊതിച്ചോറ് കെട്ടിത്തരട്ടെ കഴിക്കാവുന്നേ. ഇവനടുത്ത് ചോദിക്കുമ്പോഴത്തേക്കിന് ഇവൻ ഇതിനോടൊന്നും താല്പര്യമില്ല. പണ്ടൊക്കെ നമുക്കിതൊക്കെ കഴിക്കാൻ എന്ത് ഇഷ്ടമായിരുന്നു. അവന് പിന്നെ അതിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല, ഇങ്ങനെ പൊതിച്ചോറ് കെട്ടുന്നതോ കഴിക്കണമെന്നും. പിന്നെ ഇന്ന് രാവിലെ നമുക്ക് കാപ്പിയായിട്ടൊന്നും ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചാൽ ഇന്നലെ രാത്രി ഞങ്ങൾ കപ്പയും തലക്കറിയാണിത് കേട്ടോ. അതിൻ്റെ മുള്ളെല്ലാം ഞങ്ങൾ കഴിച്ചു. അപ്പോൾ കപ്പയും തലക്കറിയൊക്കെ ഇരിക്കുന്നുണ്ട്, പഴങ്കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ച്. അതുകൊണ്ട് രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. കേശപ്പം കഴിക്കത്തില്ല, അവന് ഞാൻ വേറെ ദോശ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ രാവിലെ തന്നെ എന്തോ പടം വരപ്പൊക്കെ അങ്ങനെ പൊതിച്ചോറും കെട്ടിയിട്ട് നേരെ പോയി ഞാൻ കുറച്ച് നേരം കിടന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഓർക്കണേ. ടാറ്റാ.